മുഖ്യമന്ത്രി പിണറായി വിജയനും LDF നേതാക്കൾക്കും സന്തോഷം നൽകുന്ന വാർത്തകളാണ് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ചൂടേറിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ്, വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. 3-4 മാസം കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള നിർണായക തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുമ്പ് നടക്കുന്ന സെമി ഫൈനൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് മേൽക്കൈ നേടുന്നോ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. 2010 നേരിയ മേൽക്കൈ നേടിയിരുന്നു. ആ മേൽക്കൈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും UDF ലഭിച്ചു, 2 സീറ്റിൻ്റെ ഭൂരിപക്ഷം. 2015 വരുമ്പോൾ LDF മേൽക്കൈ. വെറും മേൽക്കൈയല്ല, വൻ ഭൂരിപക്ഷമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF അന്ന് ജനങ്ങൾ നൽകിയത്. 2015 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നു, ഒന്നാം പിണറായി സർക്കാർ. 2020 സമാനമായ സ്ഥിതി തന്നെയായിരുന്നു. UDF ഭൂരിപക്ഷം. കൂടുതൽ പഞ്ചായത്തുകൾ, കൂടുതൽ നഗരസഭകൾ, കൂടുതൽ കോർപ്പറേഷനുകൾ, കൂടുതൽ ജില്ലാ പഞ്ചായത്തുകൾ LDF സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടു. LDF വിജയിച്ചു കയറി വൻ ഭൂരിപക്ഷത്തിന് രണ്ടാം പിണറായി സർക്കാർ വരുന്നു. ഇപ്പോഴിതാ വീണ്ടും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആര് ജയിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇതാ ആദ്യ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. 6 സീറ്റിൽ എതിരില്ലാതെ LDF അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന്. കണ്ണൂരാണ് നടന്നത്. കണ്ണൂരല്ലേ, കണ്ണൂർ ഇതല്ല, ഇതിനപ്പുറവും നടക്കും എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കണ്ണൂരിൽ ഇങ്ങനെ ആയിരുന്നില്ല, ഇതിനേക്കാളും സീറ്റുകളിൽ നേരത്തെ എതിരുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ 6 സീറ്റിൽ മാത്രമല്ലേ മത്സരിക്കാൻ കഴിയാതിരുന്നുള്ളൂ UDF. അത് തന്നെ വലിയ നേട്ടമാണ് എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസ് കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടത്തിയ പ്രവർത്തനമുണ്ട്. യൂണിറ്റ് കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുക, ബൂത്ത് കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുക, മണ്ഡലം കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുക, കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഏറ്റവും മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിൽ വരെ കൊണ്ടുവരിക, ഇതൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതൊക്കെ പൊളിഞ്ഞ് പാളീസായി എന്ന് പറയേണ്ടി വരും. കാരണം താഴെത്തട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു, UDF എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അവിടെ മത്സരിക്കണ്ടേ, അവിടെ ആളുണ്ടാകണ്ടേ? അതല്ലേ കോൺഗ്രസ് താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ അതൊന്നും നടന്നില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് 6 സീറ്റിൽ, കണ്ണൂർ ജില്ലയിലെ 6 സീറ്റിൽ LDF സ്ഥാനാർത്ഥിക്ക് എതിരില്ലാതിരിക്കുന്നത്. ആന്തൂർ നഗരസഭയിൽ 2 സീറ്റ്, മലപ്പട്ടം പഞ്ചായത്തിൽ 2 സീറ്റ്, കണ്ണപുരം പഞ്ചായത്തിൽ 2 സീറ്റ്. അങ്ങനെ 6 സീറ്റിലാണ് LDF എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും CPIM സംബന്ധിച്ച് അത് ആശ്വാസകരമാണ്, സന്തോഷകരമാണ്. ഇനി വരാനിരിക്കുന്ന വലിയ വിജയത്തിൻ്റെ സൂചനയാണ് ഈ 6 സീറ്റിൽ എതിരില്ലാത്തത് എന്നാണ് CPIM നേതാക്കൾ പറയുന്നത്. അതിൽ ശരിയുണ്ട് താനും.